ഇത് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈ മോഡമാണ്. ഈ മോഡം നമുക്ക് കറണ്ടിലെ ഓഫ് ആയിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ വേണം അല്ലെങ്കിൽ UPS ആയിട്ട് കണക്ട് ചെയ്യണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഒരു മിനി UPS ഉണ്ടാക്കി വെച്ചാൽ മതി. ഇതൊരു 12 വോൾട്ട് 20 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു BMS ബോർഡ് വെച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മിനി UPS ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് വൈഫൈ മോഡൊക്കെ ഓൺ ആക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇത് കണക്ക് തന്നെ 12 വോൾട്ടേ വർക്ക് ചെയ്യുന്ന ഏതൊരു ഡിവൈസും നമുക്ക് ഇത് കണക്ക് സെറ്റ് ബോക്സ് ഓണായി. ഇപ്പോൾ സെറ്റ് ബോക്സ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നേരത്തെ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാവുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യുക. അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ തുറന്ന് കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇതിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇത് കണക്ക് 12 വോൾട്ട് 20 ആംപിയറിൻ്റെ ഒരു BMS ബോർഡാണ്. ഈ BMS ബോർഡ് ഉപയോഗിച്ച് ഞാൻ നേരത്തെ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർ ഇവിടെ വെച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഞാനിവിടെ മൊത്തം 6 ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. ഈ 6 ബാറ്ററിയാണ് ഞാൻ ഈ BMS ബോർഡിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ 3 ബാറ്ററി എടുത്താലും മതി. 6 ആകുമ്പോൾ ഒന്നുകൂടെ കപ്പാസിറ്റി കൂടും. അതുകൊണ്ടാണ് ഈ 6 ബാറ്ററി എടുത്തിരിക്കുന്നത്. ഇത് ഓരോന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2 ബാറ്ററി വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നെഗറ്റീവും പോസിറ്റീവും ഒരേ ഡയറക്ഷൻ ഇരിക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ ഗണ്ണാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഈ ബാറ്ററി നമുക്ക് തിരിച്ചു വെച്ചും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോ ബാറ്ററിയിലിട്ട് ശകലം സോൾഡർ അപ്ലൈ ചെയ്യും. അതിന് മുമ്പ് ശകലം പേസ്റ്റ് 2 ബാറ്ററിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് സോൾഡർ കൊണ്ടുവന്നിട്ട് ഇത് ഉണക്ക് ഉരുക്കി ഇങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്താൽ മതി. ഉണ്ടോ, നല്ലതായിട്ട് പറ്റിയിരിക്കും. ഇതുപോലെ തന്നെ എല്ലാ ബാറ്ററിയിലും ഞാൻ സോൾഡർ അപ്ലൈ ആണ്. അതാകുമ്പോൾ വയർ കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ എല്ലാ ബാറ്ററിയിലും സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 6 ബാറ്ററിയിലോട്ട് നമുക്ക് കണക്ഷനുകൾ കൊടുക്കാം. ഇനി നമുക്ക് ഒരു സെറ്റ് ബാറ്ററി എടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് ഒരു വയർ നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം. ഈ കണക്ട് ചെയ്ത വയർ നമുക്ക് ഈ BMS ബോർഡിൻ്റെ 0 വോൾട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ലൈനിലോട്ട് നമുക്ക് സോൾഡറിങ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ BMS ബോർഡിലേക്ക് സോൾഡ് ചെയ്ത ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനിൽ നിന്നും നമുക്ക് 2 വയർ സോൾഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് പുതിയൊരു സെറ്റ് ബാറ്ററി എടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് പോസിറ്റീവ് എടുത്തു, അടുത്ത നെഗറ്റീവിലോട്ട് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ഈ കണക്ട് ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നോ ഒരു വയർ നമുക്ക് പുറത്തോട്ട് സോൾഡ് ചെയ്തെടുക്കാം. ഈ 2 ബാറ്ററിയിലും കണക്ട് ചെയ്ത് വേണം പുറത്തോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് തന്നെ പുറത്തോട്ട് എടുക്കുവാണ്. അതാകുമ്പോൾ വയർ കുറച്ച് നീളം മതി. എന്നിട്ട് നമുക്ക് ഇപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു കണക്ഷൻ നമുക്ക് ഇതിനകത്ത് 4.2 എന്ന് പറഞ്ഞ BMS ബോർഡിൻ്റെ ഈ സെക്ഷനിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ബാറ്ററി തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഗ്ലൂ ഗൺ ഇട്ട് തന്നെ ഉറപ്പിച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് ഇട്ട് ചുറ്റിയെടുത്താലും മതി. ഇതോടൊപ്പം അടുത്ത 3ാം സെറ്റ് ബാറ്ററിയോടെ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി വെക്കാനുള്ളത് ഈ സൈഡ് പോസിറ്റീവ് ആണ്, ഈ 2ാമത്തെ സെറ്റ്. 3ാം സെറ്റ് ഇരിക്കുമ്പോൾ ആ സൈഡ് നെഗറ്റീവ് വെക്കുന്നതായിരിക്കും നമുക്ക് കണക്ഷൻ എളുപ്പം ചെയ്യാൻ നല്ലത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഗ്ലൂ ഗൺ ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2ാം സെറ്റ് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡും അതുകൊണ്ട് തന്നെ 3ാം സെറ്റിൻ്റെ നെഗറ്റീവ് സൈഡും കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ട് ഒറ്റ വയറെ നമുക്ക് കണക്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ഈ ഒറ്റ വയറെ ഇതുകൊണ്ട് സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഓരോന്നോരോന്നിട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ 4 ബാറ്ററിയിൽ വരുന്ന കണക്ഷൻ നമുക്ക് ഈ ഒരു 8.4 വോൾട്ട് എന്ന് പറഞ്ഞ ഇതിലോട്ട് കൊണ്ട് സോൾഡ് ചെയ്യാം. ഇനി നമുക്ക് അവസാനമായിട്ട് കണക്ട് ചെയ്ത് ഈ എൻഡിൽ നിന്നാണ്. ഈ എൻഡിലെ പോസിറ്റീവ് ലൈൻ നമുക്ക് എടുക്കുന്നത്. അത് നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ സോൾഡ് ചെയ്തേക്കുന്ന ഈ ഒരു കണക്ഷൻ നമുക്ക് BMS ബോർഡിൻ്റെ ഈ ഒരു 12 വോൾട്ട് എന്ന് എഴുതിയേക്കുന്ന ഭാഗത്തോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ BMS ബോർഡിലുള്ള ബാറ്ററിയുടെ വയറെല്ലാം സോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഈ BMS ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്ത് 2 ടെർമിനൽ കാണാൻ വഴിയും പോസിറ്റീവ് നെഗറ്റീവ് ഇവിടുന്ന് 2 വയർ നമുക്ക് സോൾഡ് ചെയ്ത് പുറത്തിട്ടെടുക്കാം. ഇതുവഴിയാണ് നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ചാർജ് നമ്മൾ യൂസ് ചെയ്യുന്നതും ഈ ഒരു ലൈൻ വഴിയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 വയർ വെച്ച് സോൾഡ് ചെയ്ത് പുറത്തെടുക്കാം. ഇനി ഈ ഒരു ബോർഡ് നമുക്ക് ഈ ബാറ്ററിയിലോട്ട് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു ബാറ്ററി യൂണിറ്റ് വെക്കാൻ വേണ്ടി നമുക്കൊരു ബോക്സ് സെറ്റ് ചെയ്തെടുക്കാം. ഈ ബോക്സ് ഉണ്ടാക്കാൻ ഞാൻ ഇത് നമുക്ക് 4 PVC ഷീറ്റുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും ഒട്ടിച്ചെടുത്ത് ഞാൻ ഇതൊരു ബോക്സ് ഷേപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ PVC ബോക്സിൻ്റെ ഒരു സൈഡിലോട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇവിടെയാണ് നമ്മളിതിൻ്റെ ചാർജ് ഔട്ടും ഇന്നും ആയിട്ടുള്ള പിന്ന് സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി മൊഡ്യൂൾ ഈ ഒരു PVC ബോക്സിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി BMS ബോർഡിൻ്റെ ഇൻ ഔട്ട് വരുന്ന ലൈൻ നമുക്ക് ഈ ഹോളിൽ കൂടെ പുറത്തോട്ടെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്കൊരു 9 വോൾട്ടിൻ്റെ ഫീമെയിൽ സോക്കറ്റൂടെ സോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫീമെയിൽ സോക്കറ്റിൻ്റെ ഇച്ചിരി വണ്ണം കൂടിയ ലെഗാണ് ഇതിൻ്റെ പോസിറ്റീവ് ലൈന്. വയറുകൾ 2 സോൾഡ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു സോക്കറ്റ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ഉറപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബോക്സ് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ പണിതെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ബോക്സ് ഡിസൈനിലാണ് ഇത് പണിതെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ പിന്നിലൂടെയാണ്. അപ്പോൾ ഇതിലത്തെ ഒരു സെയിം പിന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്നിനകത്ത് ചാർജ് ചെയ്യും, ഒന്നിനകത്ത് നമുക്ക് ചാർജ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഏതൊരു ഡിവൈസ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ചെറിയ 12 വോൾട്ട് DC മോട്ടർ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരു DC 775 എന്ന് പറഞ്ഞൊരു മോട്ടറാണിത്. അപ്പോൾ ഈ ഒരു മോട്ടറെ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിന് ഞാൻ സ്വിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളൊരു സ്വിച്ച് കൂടെ കൊടുക്കുക. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കറങ്ങുന്നത് കാണാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ടൊരു ചെറിയ ഇൻസുലേഷൻ ടേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കണ്ടില്ലേ? അത്യാവശ്യം നമ്മൾ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ കുത്തുന്ന അതേ സെയിം പവറിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി 12 വോൾട്ടിന് വർക്ക് ചെയ്യുന്ന വേറെ 2-3 കാര്യങ്ങളുടെ കുത്തി നോക്കാം. അതിനുവേണ്ടി 2 ഡിവൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന സെറ്റ് ടോപ്പ് ബോക്സും അതുകൊണ്ട് തന്നെ 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ AC-യുടെ റൂട്ടറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമുക്കൊന്ന് കുത്തി നോക്കാം. ഇത് കുത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു പിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിൽ നമുക്ക് മെയിൽ സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ കുത്തുന്നു. എന്നിട്ട് നമുക്ക് ഈ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ചാർജ് ചെയ്യുന്നിടത്തോട്ട് നമുക്ക് ഈ പിന്ന് കുത്തി നോക്കാം. എന്നിട്ട് ഓൺ സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്യാം. കണ്ടില്ലേ ഗൈസ്, ചുമന്ന ലൈറ്റ് കത്തിയത്, അതായത് സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ആയിരിക്കുകയാണ്. എന്തായാലും അടുത്ത മോട്ടത്തിലൂടെ കുത്തി നോക്കാം. ഓക്കെ, കണ്ട കുത്തിയപ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട് ഇവിടെ ചുവന്ന പച്ച ഒരു ലൈറ്റ് ഇവിടെ ആയിട്ട് കണ്ടോ? അപ്പോൾ നമുക്കിത് UPS ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഈ റൂട്ടറൊക്കെ ഓഫ് ആയി പോയിരിക്കാൻ വേണ്ടി ഒരു UPS ആയിട്ട്, ഒരു മിനി UPS ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് നമുക്കൊരു ചാർജ് ചെയ്യുന്ന ഒരു പോർട്ടോട് കൂടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചാർജ് കയറുന്നതും അതായത് ഇതിനകത്ത് ഡിസ്ചാർജ് ചെയ്യുന്ന 2 കേബിൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് കുത്തിയിട്ടാൽ മതി. BMS ബോർഡ് ആയിട്ട് നമുക്ക് ബാറ്ററി ഫുള്ളായിട്ട് ഡാമേജ് ഒന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരു ചെറിയ മിനി UPS ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വേറെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്തെങ്കിലും ഉണ്ടാക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മേടിക്കാനുള്ള പർച്ചേസ് ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുന്നതായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.